ജോബ് കുര്യനെ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാട്ട്? അപ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു പാട്ടാണത്. ഉം. എന്നിലെയും തിരിച്ചറിവിനെ കൊണ്ടുവന്ന ഒരു പാട്ടെന്ന് വേണേൽ പറയാം. ഞാൻ തൃപ്തി കണ്ടെത്തുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഒന്ന് വിങ്ങും, ഒന്ന് ഒരു കണ്ണിലൊക്കെ നിറയും, അതിൻ്റെ ഒരു തൃപ്തി. കറക്റ്റ്. അതില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ആയിട്ടില്ല, ആ പാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ല മഴയെല്ലാം പെയ്തിട്ട് നല്ല കറുത്ത കടലാണ്, കറുപ്പാണ് നിറം. നമുക്ക് ഭയാനകമായ നിറം. ഇപ്പോൾ സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ കുറേ മരങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു ബീച്ചാണ്. അത് അപ്പുറം സൈഡിൽ കുറച്ച് കാടുണ്ട്, ഇപ്പുറം. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നപ്പോൾ നമുക്കൊരു ട്രാൻസ് അനുഭവപ്പെട്ടു. ഞാനത് ആ സമയത്ത് നമുക്ക് തോന്നും, ദൈവമേ ഇതൊക്കെ കൂടി വന്ന എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. അപ്പം മനുഷ്യൻ എത്ര ചെറുതാണ് പ്രകൃതിയുടെ മുന്നിൽ എന്നുള്ളൊക്കെ ഒരു വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ, ആ പോർഷനാണ് എനിക്ക് ആദ്യം. ഒറിജിനൽ കമ്പോസിഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനറലി ചില പാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ആൽബംസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ലിസണേഴ്സിന് പൊതുവെ. മ്യൂസിക് ലിസണിങ് ക്വാളിറ്റി, ആ സ്റ്റാൻഡേർഡ്, ആ ഒരു ജോണറിലുള്ള ഷിഫ്റ്റ്, ഇതെല്ലാം ജനറലി ഉണ്ടാവാറുണ്ട്. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ അതിൽ നേരെ തിരിച്ചായിരുന്നു. ഏതെങ്കിലും ഒരു കോമ്പോസിഷനിൽ ഇസ് ദർ എനിത്തിങ് ദാറ്റ് ഹസ് ചേഞ്ച്ഡ് യു? ജോബ് കുര്യനെ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാട്ട്? ഏതെങ്കിലും ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, എഴുതി കഴിഞ്ഞിട്ട് അത് മ്യൂസിക് ഔട്ട്പുട്ട് വന്നതിന് ശേഷം യു ഹാഡ് ദറ്റ് ഷിഫ്റ്റ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രോസസ്സിൽ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. പ്രോസസ്സിൽ പാട്ടുണ്ടാകുന്ന ഇപ്പം ഭാവം ഒരു എക്സാമ്പിളാണ്. അപ്പം അത് ആ പാട്ടിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഇറ്റ്സ് വെരി വെരി ഫിലോസഫിക്കലാണ് അതിൻ്റെ ഒരു മൊത്തം ആശയവും. അപ്പോൾ ആ പാട്ടിൻ്റെ പ്രോസസ്സിൽ മുഴുവൻ നമുക്ക് ഇങ്ങനെയുള്ള പല പല ചിന്തകളും വരും. ഇതിലെന്താണ് കാര്യം, നമ്മൾ സ്റ്റേ ഗ്രൗണ്ടഡ് ഇങ്ങനെ നമ്മളെ കോൺസ്റ്റൻ്റായിട്ട് പറയിപ്പിക്കുന്ന പല ഘടകങ്ങൾ ആ പാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ വരികളായാലും ചന്ദ്രവട്ടൻ എഴുതിയത് വരികളായാലും അതിൻ്റെ മൊത്തത്തിലൊരു ഇൻസ്പിറേഷൻ തന്നെ അങ്ങനെയാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമോഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു പാട്ടാണത്. എന്നിലെയും തിരിച്ചറിവിനെ കൊണ്ടുവന്ന ഒരു പാട്ടെന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ അധികം ക്യാരീഡായി പോകാതെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുവരെ. പക്ഷേ നമ്മുടെ ഉള്ളിലെങ്കിലും നമുക്ക് ചില സമയത്ത് പ്രൈഡ് കൂടുമല്ലോ, ചില മനുഷ്യനല്ലേ. അപ്പോൾ സെൽഫ് പ്രൈഡ് കൂടുന്നൊരു ഉള്ളിൽ കിളുക്കുമ്പോൾ തന്നെ കളയണം എന്നുള്ള ഒരു സംഭവമൊക്കെ വന്നത് മേ ബി പ്രകൃതി തന്നെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ചുറ്റും നോക്കിയാൽ നമ്മുടെ പിടിയിലൊന്നും നിൽക്കുന്ന മുതലല്ല. അത് മാത്രം നോക്കിയാൽ നമ്മളെല്ലാവരും മണ്ണോട് ചേർന്ന് നിൽക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭാവം മേ ബി പ്രോസസ്സും അത് ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരെടുത്തൊരു അതിനെ സ്വീകരിച്ചൊരു ലെവലുണ്ട്. അവരിൽ പലരും എന്നെ വിളിച്ചിട്ട് പറയും, ചേട്ടാ അല്ലെങ്കിൽ ജോബ് ഈ പാട്ട് ഞങ്ങളിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ തിരിച്ചറിയാൻ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്റൻഷൻ പൂർണ്ണമായി എന്നുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക് ആ പാട്ട്. ഈ ഇപ്പം ഭാവം ചെയ്തപ്പോൾ കർണാട്ടിക്കിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നമ്മളെ ശരിക്കും ഒരു പർട്ടിക്കുലർ ഒരു മെലഡി ചെയ്യുമ്പോൾ ഈ കർണാട്ടിക് ട്രെയിനിങ് ചെയ്തതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഉറപ്പായിട്ടും ട്രെയിനിങ്. ഇപ്പം നമ്മൾ ആ പാട്ടൊക്കെ പറയുകയാണെങ്കിൽ രാഗം ബേസ് തന്നെയാണല്ലോ. അനന്തഭൈരവി അല്ലെങ്കിൽ നടഭൈരവി മൈനർ സ്കെയിലിൽ അതിൻ്റെ നമ്മുടെ ഫോക്ലോറുമായിട്ടൊക്കെ കണക്റ്റഡുമാണ്. ഒരു കാവാലം ഒരു നെടുമുടി ടച്ചൊക്കെ അതിൻ്റെ അത് തോന്നുന്നു. അങ്കിളും ഇട്ടൊക്കെ ഇവർ രണ്ടുപേരായിട്ടുള്ളൊരു അടുപ്പമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവരുടെ മ്യൂസിക്, അവരുടെ കോൺട്രിബ്യൂഷൻ ടു ആർട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള എന്താ പറയണ്ടത്, ചെറിയ കാറ്റടിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും ചിലപ്പോൾ അവരുടെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ ആർട്ടുമായിട്ട് എന്നെ കണക്ട് ചെയ്ത കുറേ എലിമെൻറ്റ്സ് ആ പാട്ടിലുണ്ട്. കാരണം അങ്ങനെ അവരുടെ കൂടെ ഇരിക്കാനൊക്കെ ഭാഗ്യം, അത്രയും കുറേ കാലങ്ങൾ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഐ ഹവ് ലേൺഡ് എ ലോട്ട് ഫ്രം വാട്ട് ഐ ഹവ് സീൻ ഫ്രം ദം. അത്ര. അപ്പോൾ അതൊക്കെ പിന്നെ പഠിച്ചതും ഒക്കെ കയറി വരികയെ. ഇപ്പം പിന്നെ നമ്മൾ ഈ തനത് സംഗീതം നമ്മുടെ ഉള്ളിൽ കാണുമല്ലോ, നമ്മൾ കേട്ട് വളർന്ന പഠിച്ച കാര്യങ്ങളുമൊക്കെ അതൊക്കെ കുറേയൊക്കെ ആ പാട്ടിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വന്ന് കാണും. ഭാവത്തിൽ പ്രത്യേകിച്ചും അതുണ്ട്. നമ്മൾ പഴയ കേൾക്കുന്ന പാട്ടുകളൊക്കെ കുറേ അപ്പോൾ അതെല്ലാം വന്ന് കാണും ചെറിയതായിട്ടൊക്കെ.
അതെ, ഗുരുക്കന്മാരുടെ ഒരു ശബ്ദമാണ് അതിനകത്ത് അതെ, ഞാൻ ഇൻഫ്ലുവൻസ് അതാണ് എന്ന്. അതിനകത്ത് ആദ്യമേ കുറേ ഒരു വോക്കൽ എഫക്ട്സ്, കുറേ ഗ്രൂപ്പിൻ്റെ ഒരു എഫക്റ്റ് പോലൊരു സാധനമൊക്കെ അത് അതൊരു ഫാസിനേഷനാണ്. ഞാനിങ്ങനെ ഒരു ഫാൻറ്റസിയിൽ അവർ എല്ലാവരും വന്നു, അവർ മരിച്ചുപോയി. ഇപ്പോൾ സാറ്, എൻ്റെ മാഷ്, സുരേന്ദ്രൻ മാഷ് മരിച്ചുപോയി, അങ്കിള് മരിച്ചുപോയി, കാവല സാറില്ല. അപ്പോൾ ഇവരൊക്കെ മുകളിൽ നിന്ന് എൻ്റെ അടുത്ത് പറയുന്ന പോലെയാണ് എനിക്കത്. അങ്ങനെ ഞാൻ എൻ്റെ ഫാൻറ്റസിയാണ് അത്. നമ്മളത് അങ്ങനെ കേൾക്കുന്നു, അവരുടെ ഒരു ശബ്ദമായിട്ടാണ് അതിനെ ഞാൻ ഇമാജിൻ ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റഡ്. അപ്പോൾ ദേ ആർ ടെലിങ് മീ ദാറ്റ് എങ്ങോട്ടാ ചാടുന്ന മോനെ, ഇത് മതി, അവിടെ നിന്നോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് അവരുടേതായ ഒരു പ്രയർ പോലെയൊക്കെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഇച്ചിരി ഒരു ഓൺലി ബിറ്റ് ഓഫ് സ്പിരിച്വൽ ഒരു സൈഡ് ആ പാട്ടിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു ആത്മീയ ആത്മീയ ഘടകം ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ എനിക്കത് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. ഉറപ്പായിട്ടും ഉണ്ട്. അതിൽ സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്നതാണല്ലോ ആത്മീയതയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥ, അങ്ങേറ്റം സ്വാർത്ഥത വെടിയുന്ന ഒരു ജീവിതം. അപ്പോൾ അതിന് പല പല മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാമെങ്കിലും ഇപ്പോൾ നമ്മൾ റീഡിങ്സ് ആയിക്കോട്ടെ, എല്ലാം പലതും എത്തുന്നത് അതിലേക്കാണ് മനുഷ്യനെ എത്തിക്കേണ്ടതും. അപ്പോൾ ആ പാതയിൽ എന്തായാലും വീഴുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ പ്രോസസ്സ്. ഞങ്ങളൊരു ദിവസം ഓഫീസിൽ ലഞ്ച് കഴിച്ച് വന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പാട്ടിനെ പറ്റി എൻ്റെ വണ്ടിയിൽ ഫുൾ ടൈം മ്യൂസിക് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവും. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പം ഈ മ്യൂസിക് ഇട്ട് അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ആൽബം, ഭാവം എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഉണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ വരുന്നില്ല പാട്ട് പറഞ്ഞാൽ ചിലപ്പോൾ. അപ്പം ഞാൻ പ്ലേ ചെയ്തതായിരുന്നു മറ്റേ മുടിയാട്ടും കടലും കണ്ടേ കലിയാടന കാടും കണ്ടേ പാട്ട്. അപ്പം ഇത് കേട്ടത് ഇപ്പം ഇത് പറഞ്ഞ് അത്രയും നേരം ബഹളമുണ്ടായിരുന്ന ആ ഒരു ക്രൗഡ്, ആ ഒരു എൻറ്റയർ ക്രൗഡ് പിൻ ഡ്രോപ്പ് സൈലൻ്റായി വെൻ ദിസ് വാസ് റണ്ണിങ്. ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത്രയും നാളും കേൾക്കാത്ത ആൾക്കാർ പോലും അത് കേട്ടപ്പോൾ എവ്രി വൺ വാസ് സൈലന്റ്, കംപ്ലീറ്റ്ലി. എക്സാക്ട്ലി. ആ ഒരു അതിൻ്റെ കംപ്ലീറ്റ് ടോണും അതിൻ്റെ എല്ലാം അതിനകത്ത് ഇന്നതെന്ന് പറയാനില്ല. ആ ഇനീഷ്യൽ ഹമ്മും അതിനകത്ത് നല്ല കുറേ സമയം എടുത്ത് നല്ല കലാകാരന്മാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നാളുകൾ എടുത്തുണ്ടായ പാട്ടാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സത്യസന്ധതയുണ്ട്. എല്ലാവരും ഞാൻ അതും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഒക്കെ ആയാലും എല്ലാവരും ആയിട്ടും നമുക്കൊരു മാനസിക അടുപ്പമുള്ളവരായിട്ട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അവരുടെ മ്യൂസിക്കാലിറ്റി ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഞാനത് നോക്കാറുണ്ട്. പക്ഷേ അതിലുപരി അവരിലെ മനുഷ്യൻ എങ്ങനെയാണെന്നും അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മളായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പം എത്രയാണെന്നും ഒക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവരുടെയും ഹാർട്ട് ആൻഡ് സോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവണം, ഓരോരുത്തരും. അപ്പം ഇപ്പോൾ ടെക്നിക്കലി പറഞ്ഞാൽ ഭയങ്കര പുലിയാണെന്നും പറഞ്ഞിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാറില്ല. ഞാൻ ആരുമായിട്ടും അവർ ഉറപ്പായിട്ടും ബ്രില്യൻറ്റ് മ്യൂസീഷ്യൻസ് ആയിരിക്കും, പ്ലസ് നല്ലൊരു വ്യക്തികളും കൂടെ ആകുക എന്നുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പലതും പല പെർസ്പെക്റ്റീവ് ആണെങ്കിലും അത് ഞാനുമായിട്ട് മാനസികമായിട്ട് അത്ര അടുപ്പമുള്ളവരായിരിക്കും ഞാനായിട്ട് മിക്ക പ്രോജക്ട്സും വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി, ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ടാവും, ഓരോ പാട്ടിലും ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു അഫെക്ഷനുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും കാണുന്നവരായിരിക്കില്ല, പക്ഷെ അവർ നമുക്ക് തരുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ അറിയാം എന്നോടുള്ള സ്നേഹം ആണ് പൊതിഞ്ഞ ആർട്ടായിട്ട് തരുന്നത്. ഈവൻ ദോ എവറിത്തിങ് ഈസ് പ്രൊഫഷണലി ഡെൽറ്റ്, അതിനുള്ളിൽ വേറെയും സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു അംശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അത് ഒരു എക്സാമ്പിളാണ്. ഹരീഷിൻ്റെ ഞാൻ ഇന്നും വിശ്വസിക്കുന്ന അദ്ദേഹം ഞാൻ വിളിച്ച എന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് വന്നതാണ്. ഞങ്ങൾ മ്യൂച്വലി ആ ഒരു റെസ്പെക്റ്റ് ആൻഡ് അഫെക്ഷൻ ഉണ്ട്. ഓടി വന്ന് പുള്ളി ആ പാട്ട് ചെയ്യുമ്പോൾ അത്രയും അതിൻ്റെ അകത്തൊരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു ലാസ്റ്റ് ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്ന ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് അത്രയും ഒരു ബ്രദർഹുഡിൻ്റെ ഒരു അറ്റമാണ്. അപ്പം അതൊക്കെ മൊമെൻറ്റ്സ് ഓഫ് ലൈഫാണ്. നമ്മൾ ജീവിതത്തിൽ എന്താ പറയണ്ടത് എന്നും ചെറിഷ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഓവർ ദി പീരീഡും ഓവർ ദി ജനറേഷൻസും അത് ആ കണക്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് ലിസണേഴ്സിനും കൂടെ. അതെ, വലിയ സന്തോഷമാണ് അത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ദിവസത്തിൻ്റെ ഒരു മാജിക് ഉണ്ട്, ഉറപ്പായിട്ടും നമ്മുടെ ഹോം വർക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണല്ലോ, അല്ലാതെ ഒന്നും കൊണ്ട് മാത്രം ഒന്നും ആവില്ല, എല്ലാം വേണം.
അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുക, ഒരു ഗ്രേസ് നമ്മൾ പറയുക, ബ്ലെസ്സിങ് എന്നൊക്കെ പറയത്തില്ലേ, കാരണന്മാരുടെ പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ മോളിൽ നിന്നൊക്കെ ഒരു നമ്മൾ കാണാത്തൊരു ശക്തി, ഒരു ഭയങ്കര പ്രസൻസ് ചില സമയത്ത് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നാൽ മാത്രമേ ആ മാജിക് ഉണ്ടാവുള്ളൂ അവിടെ. അപ്പോൾ അതന്ന് ഉണ്ടായിരുന്നു. നമ്മുടെ ഫുൾ ക്രൂ, വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, നമ്മുടെ തമ്മിലുള്ള സ്നേഹം ആയിക്കോട്ടെ, ഇറ്റ് വാസ് ഗോയിങ് ടു സംതിങ് മാജിക്കൽ എന്നുള്ളത് ആ ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ജോബേ ഇത് എന്നാ ഇറങ്ങുന്നത്, ദിസ് ഈസ് ഗോയിങ് ടു പീപ്പിൾ എന്നുള്ളൊരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ, പക്ഷെ അത് കാലക്രമേണ അത് സംഭവിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ഈ പാട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ എക്സാക്ട്ലി ആ കൃതി, അതേ രാഗം, അതേ ഇതിൽ നമുക്ക് ഫീൽ വരാറുണ്ട്. പക്ഷേ മെജോറിറ്റി ജോബ് ചെയ്ത ആ ഒരു എല്ലാ മെലഡീസും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, പക്ഷേ somehow you have adapted that soul. അത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്യുന്നത് ശരിക്കും? ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ ചെയ്യുന്നത്. രാഗം താങ്കൾ ഉദ്ദേശിച്ചതല്ലേ, ഒരു പർട്ടിക്കുലർ സ്കെയിലും, ഇപ്പൊ പദയാത്ര അല്ലെങ്കിൽ ഭാവം തന്നെ, അത് മധ്യവാദി എന്നൊക്കെ പറയാം, കുറച്ച് ആ ഒരു ടിഞ്ചുള്ള. അപ്പോൾ അതൊന്നും പർപ്പസ്ഫുൾ അല്ല എന്നുള്ളതായിരിക്കാം ഒരു വസ്തുത. ഞാനങ്ങനെ ഇന്ന രാഗത്തിൽ ഒരു പാട്ടുണ്ടാക്കാം എന്നുള്ളത്. പക്ഷേ നമ്മൾ കൊച്ചിലെ മുതൽ, പരിവരാസനം മുതൽ, കൊച്ചിലെ മുതൽ അങ്ങനത്തെ മധ്യമാവധിയിൽ ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി കാലം പാടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ എലിമെൻസ് ഒക്കെ നമുക്ക് കയറി വരുന്നതായിരിക്കും. ആ രാഗത്തിന് വല്ലാത്തൊരു മെസ്മറൈസിങ്, ഒരു സ്പിരിച്വൽ ഒരു സംഭവമുണ്ട്, ഒരു സെർച്ചിൻ്റെയോ എന്തിൻ്റെയൊക്കെയോ നമ്മൾ കൊച്ചിലെ മുതൽ കേട്ട ഒത്തിരി പാട്ടുകളുണ്ട് ആ ഒരു സ്കെയിലിൽ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വല്ലാതെ കിടക്കുന്നതായിരിക്കാം ചിലപ്പോഴേ. കുറേ പാട്ടുകളുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്ത് കാണും, നമ്മുടെ മനസ്സിൽ അങ്ങനെ കാണുമായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് കെയിം വെൻ ഐ ട്രൈ ടു മേക്ക് എ സോങ്. അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അങ്ങനെ പോകണം എന്ന് വിചാരിക്കാറുമില്ല. വരുമ്പോൾ അതിന് പുറത്ത് പോകണമെന്ന് ചിന്തിക്കണമെങ്കിൽ അങ്ങനെ പോട്ടെ, നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ ഏതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, രാജാ സാറിൻ്റെയും അവരുടെയൊക്കെ ഒരു അപ്രോച്ചില്ലേ, അതായത് പോണ പോക്കിലങ്ങ് വിടും. അത് ഇന്ന രാഗമെന്നോ ഒരു പിടുത്തോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ അത് തിരിച്ച് നല്ല രസമായിട്ടത് ചട്ടക്കൂടിനകത്ത് വന്നിരിക്കുകയും ചെയ്യും. അതാണ് ബ്രില്യൻസ്, അവരുടെ ബ്രില്യൻസ് ആണ് അതൊക്കെ. ഞാൻ അതുകൊണ്ട് അത് ആ ഒരു ലെറ്റ് ഗോ ചെയ്യുന്നൊരു പരിപാടിയുണ്ടല്ലോ, അതാണ് ഈ പഠിച്ചതും കേട്ടതും ഒക്കെ ആയിട്ട് അതൊക്കെ വിട്ടിട്ട് സ്കോർ ഇമോഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൊരു, അതൊരു ഫോക്കസാണ് ആക്ച്വലി. അത് എനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ശ്രമം നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അറ്റമൊക്കെ പാട്ടുകളിൽ വരും, ഉറപ്പാണ്. ഞാൻ എപ്പോഴായാലും പാട്ടുണ്ടാകും, ഞാൻ എൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പാട്ട് കഴിയുമ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കണം, കമ്പോസറിൻ്റെ ഒരു ഫീലിംഗ്. ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിക്ക പാട്ടുകളും ഞാൻ തൃപ്തി കണ്ടെത്തുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഒന്ന് വിങ്ങും, ഒന്ന് ഒരു കണ്ണിലൊക്കെ നിറയും, അതിൻ്റെ ഒരു തൃപ്തി. അതില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ആയിട്ടില്ല, ആ പാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് അങ്ങനെ വെച്ചിരിക്കുന്നത്, ഒരു പാട്ട് ദിസ് ഈസ് ഗുഡ്, ദ സ്ട്രക്ചർ ഇസ് ഡൺ, അല്ലെങ്കിൽ നട്ടലെന്ന് പറഞ്ഞാൽ എപ്പോഴും പാട്ടിൻ്റെ ട്യൂണാണ്, അതിൻ്റെ മെലഡി കോർ, അതിൻ്റെ ഒരു ട്യൂണാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് പ്രേക്ഷകരിലേക്ക്. അതിൻ്റെ ഒരു ഏറ്റവും മൊത്തം ഒരു ഫ്ലോ ഒക്കെ. പിന്നെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് ലിറിക്ക് വരുമ്പോഴും, പിന്നെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് നല്ലൊരു പൊതിയായിട്ട് നല്ല ഓർക്കസ്ട്രേഷൻ വരുമ്പോഴും, അപ്പോൾ അത് അങ്ങേയറ്റം ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം ഐ ട്രൈ ടു മേക്ക് സോൾഫുൾ ട്യൂൺ, ഈവൻ ദോ ചുറ്റിൽ വേറെ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ പോലും പാട്ട് കേട്ടാൽ പ്രേക്ഷകൻ കണക്ട് ചെയ്യപ്പെടണം ആക്ച്വലി. ഇപ്പോൾ നമ്മൾ പറയുന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും വേണ്ട, ഒന്നുമില്ലാതെ നമ്മളൊരു നല്ല കഥ ഒരു സിനിമ കണ്ടാൽ കേട്ട് നല്ല അതായത് ഒരു ആറിൻ്റെ സപ്പോർട്ട് റെക്കോർഡിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു എഴുത്ത്, പഴയ നമ്മളിപ്പോൾ പത്മരാജ സാറിൻ്റെയൊക്കെയോ ഭരതൻ സാറിൻ്റെയൊക്കെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂട്ട് ചെയ്താലും ഉഗ്രനായിരിക്കും, അത് തർക്കം വേണ്ട. അത് തന്നെ ബ്യൂട്ടിഫുൾ, അത് തന്നെ കാര്യങ്ങൾ പറയും. ദിസ് വിൽ ജസ്റ്റ് ആഡ് ഓൺ ടു ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളും പാട്ടുണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പാട്ടിൻ്റെ ട്യൂൺ
ആ ഒരു എലിമെൻറ്റ്, അതായത് അത് തന്നെ ഇറ്റ് സെൽഫ് സ്ട്രോങ് ആയിരിക്കണം, നട്ടല് തന്നെ സ്ട്രോങ് ആയിരിക്കണം, അതെ. എന്നാലേ നമ്മൾ അതിൻ്റെ ചുറ്റും എന്ത് വെച്ചിട്ടും കാര്യമുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ എനിക്കൊന്ന് കോർ ഫോക്കസ് ആൻഡ് എന്താ പറയുക, അനുഭവങ്ങൾ, ഇമോഷൻസ് വരണമെങ്കിൽ നമ്മൾ ജീവിത അനുഭവങ്ങൾ ഉണ്ടാവണം, അല്ലാതെ ഇമോഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പലതരത്തിലുള്ള, അപ്പോൾ അതിന് നമ്മൾ ജീവിതം കൂടുതൽ കാണുക, അപ്പോൾ ആൾക്കാരിലേക്ക് കൂടുതൽ ഇറങ്ങുക, മനുഷ്യരുടെ പലതരത്തിലുള്ള ലൈഫ് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ പലതും പഠിക്കുക. അപ്പോൾ കോർ ലൈഫ് എക്സ്പീരിയൻസ് ഈസ് വെരി മച്ച് റിക്വയർഡ് ഫോർ എനി ഫോം ഓഫ് ആർട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് അത്രയുണ്ടെന്നല്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പ്രായം ചെല്ലും തോറും നമുക്ക് അനുഭവങ്ങൾ കൂടി വരുമായിരിക്കാം. അപ്പോൾ ഇച്ചിരി കൂടി ഇരുത്തം വന്നാൽ മ്യൂസിക് ചെയ്യാൻ പറ്റുമായിരിക്കാം മുന്നോട്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ഫാക്ടർ. നമ്മൾ കോർ മേക്കേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, സിനിമ ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ, അവരുടെ ലൈഫ് അതുപോലെ ആയിരിക്കും. അത്രയും അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട് തഴമ്പിച്ച ജീവിതങ്ങളായിരിക്കും. അവർ ഉണ്ടാക്കുമ്പോഴുള്ള കഴമ്പ് ഭയങ്കരമായിരിക്കും. അല്ലെങ്കിൽ ഒരു പാക്കറ്റഡ് ഫോർമുല പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇതൊരു റിയൽ സാധനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിനിമയായാലും ഇത് തന്നെയാണ്. എനിക്ക് സമയം നമ്മൾ പറയത്തില്ല, ചിലത് ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുന്ന സിനിമകൾ പലതും കാതലുണ്ടാവണമെന്നില്ല. ഉണ്ടായേക്കാം, എല്ലാം കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ചിലപ്പം പൊള്ളയായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിച്ചാൽ താൽക്കാലിക സുഖമായിരിക്കും, പക്ഷേ ഹോം ഫുഡ് വീട്ടിലുണ്ടാക്കിയത് കഴിക്കുമ്പോൾ ഉള്ള വ്യത്യാസവും പോലെ തന്നെയാണ്. ആ ലെവൽ ഓഫ് ഇത് ആർട്ടിൻ്റെ ഒരു ഇൻ ഡെപ്ത് ഡീറ്റെയിലിംഗ് ഒക്കെ ഫുൾഫിൽനെസ് ഫീൽ ചെയ്യും. അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ത്രൂ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് പ്രോപ്പർ ജീവിതം കണ്ടവരുണ്ടാക്കുന്ന ആർട്ട് ശരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അകത്തോട്ടുണ്ടാവും ഒത്തിരി ലേയേഴ്സ്. മുകളിലത്തെ ലെയർ മാത്രമായിരിക്കില്ല, ഇന്നർ ലേയേഴ്സ് ഒത്തിരി എണ്ണം ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ യാത്രയാണ്, അത് ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി എപ്പോഴും ഇരിക്കാണ്ട് കുറച്ച് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അതൊരു പർപ്പസ്ഫുള്ളായിട്ടും ഞാനൊരു എക്സ്ട്രോവേർട്ടാണ് ആക്ച്വലി. പലരും എന്നെ ഇൻട്രോവേർട്ടായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ എല്ലാവരുമായിട്ടും ജെല്ല് ചെയ്യണമെന്നില്ല, പക്ഷേ സ്റ്റിൽ ഞാൻ ഒത്തിരി പേരുമായിട്ട് എന്താ പറയുക, നമ്മൾ ഇടപഴകാറുണ്ട്. അപ്പോൾ നമുക്ക് പലരുടെയും കാഴ്ചപ്പാടുകളും എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ പഠനം നടക്കുന്നത് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. നടന്നുകൊണ്ടേയിരിക്കും അത്. ഞാൻ ചോദിക്കാൻ കാര്യം അതായിരുന്നു. കാര്യം ഇപ്പം നേരത്തെ ഇളയരാജ സാറിൻ്റെ കാര്യം പറഞ്ഞു, ഒരു രാഗത്തിൽ തന്നെ ഒരു 500 പാട്ടുണ്ടാക്കിയ 500 ടൈപ്പിലായിരിക്കും, ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പം ഞാൻ അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. കാര്യം ഒരു രാഗം ബോറോ ചെയ്തൊരു ഫീല് വരുന്നില്ല പാട്ടില്, പക്ഷെ അത് അതിനകത്തുണ്ട്. ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ പാട്ടിലും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്നോട്ടേ ഞാനിത് കാണുമ്പോഴൊക്കെ ഞാൻ പിന്നെ ഞാൻ ഒരു സമയം കിട്ടട്ടെ, അപ്പൊ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം. അതാ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാൻ തന്നെ കാരണം. കാര്യം ആ ഒരു ബോറോയിലും അതിനകത്ത് അതിന്റെ സോൾ ഉണ്ട് എന്ന് അറിയുന്നതും ഭയങ്കര ഡിഫറെന്റാ. ചില പാട്ടുകൾ ഇപ്പം അങ്ങനെയില്ലാത്ത, പിന്നെ ഈ താണ്ടി വരുവായില്ല ആരോമലെ പൂമുത്തോളെ പാട്ട്, ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, പക്ഷെ അതിന്റെ സോൾ ഡിഫറെന്റാ. അതെ പല ഒത്തിരി കമ്പോസേഴ്സ്. അതൊരു ഇപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ ഞാൻ പറയട്ടെ, ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞൊരു പാട്ട്, അതൊരു ഭയങ്കര പെപ്പി ആയിട്ടുള്ളൊരു, പുള്ളി എടുത്തിരിക്കുന്ന രാഗം വളരെ സ്ട്രെയിഞ്ച് അല്ലേ, പക്ഷേ നമ്മൾ തീം നോക്കൂ, അപ്പോൾ അത്രയും വെർസറ്റൈലായിട്ടും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിയമങ്ങളില്ലാന്ന് ചുരുക്കം. നമ്മളൊരു എന്താ ഇന്ന രാഗം സാഡ്നെസ് മാത്രം കാണിക്കുന്നതാണെന്നോ, ഇപ്പോൾ കണ്ണീർ പൂവിൻ്റെ ആനന്ദഭൈരവിയിൽ ചെയ്തൊരു പാട്ടാണ് ജോൺസൺ മാസ്റ്റർ. ഇത്രയും പാത്തോ ആയിട്ടൊരു പാട്ട് ആ രാഗത്തിൽ ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, നിയമത്തിന് പുറത്താണത്. ആ രാഗം പൊതുവെ അങ്ങനെ ഒരു സാഡ് ആയിട്ടുള്ള രാഗമല്ല, വളരെ. അപ്പോൾ പക്ഷെ ആ പുള്ളി അത് കാലമാണ് അത് ചെയ്ത് അങ്ങനെ ആയില്ലേ. അപ്പോൾ അതാണ് കമ്പോസറിൻ്റെ ഒരു ബ്രില്യൻസ്. അവര് പിന്നെ ഉന്നം മറന്ന് തെന്നി ആ പാട്ടൊക്കെ കേട്ടില്ലേ, അതിന് രാഗമൊക്കെ ഭയങ്കര നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു എന്താ പറയുക ജോവിയലായിട്ടൊരു പാട്ട് അതിൽ ചെയ്യാൻ പറ്റും.
രവീന്ദ്രൻ മാസ്റ്റർ സുന്ദരി ആ പാട്ടൊക്കെ അതുപോലൊരു ഭയങ്കര വല്ലാത്തൊരു വസന്ത ഡിഫിക്കൽട്ട് ഒരു സാധനമാണ്. രാഗത്തെ വല്ലാത്തൊരു രാഗമല്ലേ. അതെ. അപ്പോൾ അതിന് അങ്ങനെ ഒരു പാട്ട് അതിനൊരു പെപ്പി ആയിട്ടൊരു അതൊക്കെ ഇവരുടെയൊക്കെ ബ്രില്യൻസ് ആണ്. അത് ഭയങ്കര നമ്മൾ നിയമങ്ങളെ പൊട്ടിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിൻ്റെ അത്. കറക്റ്റ്. അതെ. നിയമങ്ങൾ നിയമങ്ങൾ സത്യം പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കുന്നത് നല്ലത്. പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം പൊളിച്ചിട്ടൊരു എഴുത്താണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് എന്നാ പൊളിച്ചാലും എന്നാ ആ ഭാവം അവിടെ തന്നെയുണ്ട്. അതിന്റെ ടിഞ്ചസ് വരികയും ചെയ്യും. കറക്റ്റ്. അതെ. പക്ഷേ റൂൾസിൽ അതീതമാണ് മ്യൂസിക്കിന്റെ എക്സ്പ്രഷൻ എന്നുള്ളതാണ് ഇവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ ചുറ്റും. റൈറ്റ് റൈറ്റ്. പക്ഷെ എന്നാ നമുക്ക് അതിന്റെ ഫ്ലേവർ വേണ്ടപ്പോൾ എടുക്കാനും പറ്റണം ആസ് എ ക്രിയേറ്റർ. അതെ. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കും. നേരത്തെ കണ്ണീർ പൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ മറന്നുപോയി. അതും എനിക്ക് പറയണമെന്നുണ്ടായിരുന്ന കാര്യമായിരുന്നു. ഞാൻ കവർ സോങ്സ് ചെയ്ത് കണ്ടതിൽ സോള് നഷ്ടപ്പെടാണ്ട് ഒരു കവർ ചെയ്തത് ജോബ് ചെയ്ത കണ്ണീർ പൂവിൻ്റെയാണ്, സത്യം പറയാമല്ലോ. കാര്യം ആ ഒരു പാട്ടിൻ്റെ ആ കംപ്ലീറ്റ് ആ ഒരു സോള് എല്ലാം അതേപോലെയുണ്ട്. വട്ട് എവർ അറ്റാച്ച്മെൻറ്റ് യു ട്രൈ ടു പുട്ട് ഇൻ, എന്നിട്ടും അത് മിസ് ചെയ്തില്ല. മറ്റേനത്തൊക്കെ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. സംതിങ് ഓഡ് സ്റ്റാൻഡിങ് ഔട്ട് എന്നൊരു ഫീല് വരും. പക്ഷെ ഇതിലുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ബിലീഫ് എപ്പോഴും നമ്മൾ ഒരു പാട്ട് എടുത്ത് അതിനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കമ്പോസറിൻ്റെ അടുത്ത് ഒരു ജെന്യുവിൻ ആയിട്ട് അവരുടെ അടുത്ത് നമുക്കൊരു കടപ്പാടുണ്ട്. അത് മനസ്സിൽ നിന്ന് വരണം. അതിലൊരു ഹിറ്റ് മാത്രം പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് നമ്മളൊരു വേറൊരാളുടെ പാട്ട് നമ്മൾ എടുത്ത് എന്താ പറയുക അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പം ചെയ്യേണ്ടത് ആ വ്യക്തിയോടുള്ള നമ്മുടെ ഒരു സ്നേഹവും ആദരവും അതിനകത്ത് ഉണ്ടാവണം. അത് നാച്ചുറലി അകത്ത് അത്രയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിനെ അത്രയും നശിപ്പിക്കരുത് എന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധ്യം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും കോൺഷ്യസ് ആയിട്ട് നമ്മളതിനെ വേറൊരു പൊതി കൊടുക്കുമ്പം അത്രയും സ്നേഹത്തോടെയാണ് മാഷിനുള്ള ട്രിബ്യൂട്ട് പോലെയാണ് ഞാനത് കാണുന്നത്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും കണ്ണ് നിറയുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് പുള്ളിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എന്നാൽ കഴിയുമ്പോൾ ഏറ്റവും സത്യസന്ധമായിട്ട് അതിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് അത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല കേട്ടോ. ഇപ്പം പലരും അതിനെ ക്രിട്ടിസൈസ് ചെയ്തവരുണ്ട്, ഒത്തിരി പേര് ഇഷ്ടപ്പെടാത്തവരുണ്ട്, എനിക്കറിയാമല്ലോ അങ്ങനെ. പക്ഷേ ഞാനന്നും അവരുടെ അടുത്തും പറയുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ അറ്റംപ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങോട്ടായിരുന്നില്ല. എൻ്റെ ഇൻറ്റൻഷൻ വാസ് പ്യുവർ. മേ ബി യു വുഡ് ഹാവ് ഗോട്ട് ഇറ്റ് റോങ്. അപ്പോൾ പക്ഷേ അതിലൊരു നല്ല വിഭാഗത്തിന് അത് ഇഷ്ടപ്പെട്ടിരുന്നു പ്രേക്ഷകർക്ക്. എല്ലാത്തിനും ഉപരി എൻ്റെ കോൺഷ്യസിനോട് ചോദിച്ചു നോക്കിയാൽ അത് പ്യുവർ അപ്രോച്ചായിരുന്നു. പാട്ടിൽ എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് ഞാൻ പാടിയൊന്നും എനിക്കറിയില്ല, അതിലൊക്കെ ഒത്തിരി പോരായ്മകളുണ്ടായേക്കാം. പക്ഷേ അതിലെ ഇമോഷൻ വാസ് പ്യുവർ. അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആ ഒരു വേർഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോൺസൺ മാസ്റ്ററിനെ കാണാമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോർ ഫാൻ എന്നുള്ള നിലയിൽ പലയിടത്തും ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തിപരമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പാട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ ഇത് കേട്ടു എന്ന് പറഞ്ഞ്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവാർഡായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ മകള് പറഞ്ഞു, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടാണ് നിങ്ങളതിനെ ചെയ്തിരിക്കുന്നത്, അപ്പം ഇന്നുണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ എന്ന് പറഞ്ഞപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ള അത് കഴിഞ്ഞു. അതിൽ മുകളിലൊന്നും ഇല്ല, വേറൊന്നും വേണ്ട. അത്രയും ഭാവം ചെയ്തപ്പോൾ അത് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ? എങ്ങനെ ഭാവം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഗുരുക്കന്മാരൊന്ന് കേട്ടിരുന്നെങ്കിൽ. ഉറപ്പ് അവർ കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ അതായത് ഇപ്പോൾ ചില സമയത്ത് ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് സൂത് ചെയ്യും, കണക്ട് ചെയ്യിക്കും ഭയങ്കരമായിട്ട്. അപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ലേ ശരിക്കും? വന്നിട്ടുണ്ടാവോ? എനിക്ക് അവരെ ഒന്ന് കേൾപ്പിച്ച് അവർ കേൾക്കുന്നുണ്ടാവും എന്നുള്ളതല്ല, ഒരു അതിലുപരി ഞാൻ അവരെന്നോട് എനിക്ക് തന്ന ആ ഒരു സ്നേഹത്തിനും അറിവിനും ഒക്കെ എന്നോട് ചോദിക്കുക എന്നുള്ളതാണ്, ഞാൻ നീതി പുലർത്തിയോ എന്നുള്ളത്. അപ്പോൾ
അത് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ചിന്തിക്കാം. അല്ലാതെ ആ ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. കാര്യം അങ്ങനെ നമുക്കൊരു അവരോട് ഞാൻ അവരെനിക്ക് തന്ന അവരുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്തായാലും. കാവല സാറ് വളരെ സാറിൻ്റെ അവസാന കാലഘട്ടത്തൊക്കെ സാറുമായിട്ട് ഒരു കൊച്ചുമാനെ പോലെ പോയി അടുത്തിരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അവസാനം കുറേ കാലം ഒരു കുറച്ച് വർക്ക്സൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ സാറ് എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊച്ചുമകനോടെന്നുള്ള പോലെ. അപ്പോൾ അതൊക്കെ ഒരു വലിയ എന്താ പറയുക ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു സാറിന്. പിന്നെ അങ്കിളുമായിട്ട് ഞാൻ പറയട്ടെ, അങ്കിള് ഞാൻ ആ വീട്ടിൽ വളർന്നതാണ് പകുതി. അദ്ദേഹത്തിൻ്റെ മകനും ഞാനും ആത്മമിത്രങ്ങളാണ്. ഇന്നും അതേ ലെവലിൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിലും പുള്ളി എൻ്റെ വീട്ടിലുമായിട്ടാണ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മുഴുവൻ. അപ്പോൾ ആ അങ്കിൾ എൻ്റെ അച്ഛനെ തുല്യമായി തന്നെ ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് പുള്ളിക്കൊക്കെ വേണ്ടി ഒരു സംഭവം ചെയ്യുമ്പോൾ അത് അതുപോലെ ഇരിക്കണ്ടേ. അതുകൊണ്ട് അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അറ്റംപ്റ്റ് മാത്രമാണ് ചിലപ്പോൾ. പക്ഷെ അതിലുണ്ട് ആ ഹോൾ അഫെക്ഷൻ ഈസ് ദെയർ. അതെ. അല്ല, അതും കൂടെ കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു കണക്ട് ഉണ്ടല്ലോ, ഇമോഷണൽ കണക്ട് ഉണ്ടാവുമല്ലോ. അതായിരുന്നു എനിക്ക്. പിന്നെ ഉറപ്പായിട്ടും സാറും പിന്നെ സുരേന്ദ്രൻ സാറുമായിട്ടും വളരെ മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. സാറ് 10-12 വർഷം പഠിപ്പിച്ചതല്ലേ. അപ്പോൾ സാറിന് ലൈക്ക് എ ഫ്രണ്ട് എന്താ പറയണ്ടേ. സാറിരുന്ന് സാറിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു, ഞാൻ തിരിച്ചും എൻ്റെ കഥകളും പറയുമായിരുന്നു. അപ്പോൾ വളരെ ഒരു ഗുരുശിഷ്യൻ ബന്ധത്തിലുപരി ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഉണ്ട് അതിനകത്ത്. അല്ല, അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് എല്ലാ ബിറ്റ്സ് ആൻഡ് പീസസ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനത് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഫീല് വരും. അതിനകത്ത് എവറി പോയിന്റ്, അതായത് അതിനകത്ത് ഒരു സൈലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സൈലൻസും കൂടെ വളരെ നന്നായിട്ട് കൺവേ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു, എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഇപ്പം എനിക്ക് മാത്രം തോന്നിയതാണെച്ചാലും ബാക്കിയുള്ളവർ കേൾക്കുമ്പോഴും അവരും അതേ മോഡിലോട്ട് മാറി, അവർ ട്രാൻസിലോട്ട് പോയി, അതേ ഇതിലോട്ട് പോയി. അപ്പോൾ അതൊരു വലിയൊരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞപ്പം ഗുരുക്കന്മാർക്കുള്ള അവർ പറയുന്ന വോയിസ് ആണ് പറഞ്ഞപ്പോൾ, അപ്പോൾ അവർ കേൾക്കും കൂടെ മുമ്പിൽ കേട്ടിരുന്നെങ്കിൽ നമ്മൾ കരഞ്ഞു പോവില്ലേ? ഉറപ്പായിട്ടും. എനിക്കെപ്പോഴും തോന്നുന്ന കാര്യമായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളാണ് അവരുടെ റെപ്രസെൻറ്റേഷനായിട്ട് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവർക്കും എല്ലാം ഇതേ ഫീലിംഗ് തന്നെ ഉണ്ടായിട്ടുണ്ട് പാട്ടുമായിട്ട് കണക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുഖം അവർ വഴി ഞാൻ കാണുകയാണ് ഗുരുക്കം. ഇതേപോലൊരു പാട്ട് ചെയ്യുമ്പോൾ, ഒരു കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ എവിടുന്നാണ് തുടങ്ങുന്നത്? അതിൻ്റെ ഭാവമാണോ, അതോ ഇമോഷൻസ് എടുത്തിട്ടാണോ, ചിലപ്പോൾ ഒരു സൈലൻസ് നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതോ എന്തെങ്കിലും ഒരു ഋതം അവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഉറപ്പായിട്ടും എൻ്റെ ഒരു കോർ കണ്ടൻറ്റ് എവിടെയെങ്കിലും എക്സ്പ്രസീവായിട്ടൊരു മെലഡി എനിക്ക് ഞാനതിൽ വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ, ആ പോർഷനാണ് എനിക്ക് ആദ്യം അതിൻ്റെ ഒരു സത്ത മുഴുവൻ കിടക്കുന്നത് ആ ഒരു ലൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൊത്തം അതിൻ്റെ ഒരു ഇമോഷനാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഒരു ബീച്ചിൽ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ബീച്ചിൽ നിന്ന് ഞാനിങ്ങനെ ഏങ്ങണ്ടിയൂർ ചന്ദ്രചേട്ടനെ കാണാനായിട്ട് വേറൊരു പാട്ട് എഴുതിക്കാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം അവിടെ തൃപ്രയാറുള്ളൊരു അവിടെ നാട്ടിക ബീച്ചൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഏതൊരു സ്കൂളിൽ അദ്ദേഹം ഗസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ ബീച്ചിൻ്റെ സൈഡിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നു. കുറേ നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നല്ല മഴയെല്ലാം പെയ്തിട്ട് നല്ല കറുത്ത കടലാണ്, കറുപ്പാണ് നിറം, നമുക്ക് ഭയാനകമായ നിറം. ഇപ്പോൾ സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ കുറേ മരങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു ബീച്ചാണ്. അത് അപ്പുറം സൈഡിൽ കുറച്ച് കാടുണ്ട്, ഇപ്പുറം. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നപ്പോൾ നമുക്കൊരു ട്രാൻസ് അനുഭവപ്പെട്ടു. ഞാനത് ആ സമയത്ത് നമുക്ക് തോന്നും, ദൈവം ഇതൊക്കെ കൂടി വന്ന എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. അപ്പം മനുഷ്യൻ എത്ര ചെറുതാണ് പ്രകൃതിയുടെ മുന്നിൽ എന്നുള്ളൊക്കെ ഒരു തോട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഫസ്റ്റ് 2-3 ലൈൻ ഇങ്ങനെ നമ്മൾ മനസ്സിൽ കിട്ടി, അതിൻ്റെ ട്യൂണോ. അപ്പോൾ ചന്ദ്രചേട്ടൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ ബാഗൊക്കെ അവിടെ വെക്കും ബാ. അങ്ങനെ തുടങ്ങിയതാണ്. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ട് ഞാനെന്ന ഭാവം മാഞ്ഞ്. അത് വളരെ നേച്ചറിലിരുന്ന് ക്രിയേറ്റ് ചെയ്തതാണ്.
അതുകൊണ്ട് നേച്ചറിൻ്റെ കൂടെ നിന്ന് എഴുതിയതാണ്, ഞങ്ങൾ കടൽ തീരത്തിരുന്ന് എഴുതിയതാണ്. അപ്പം മൊത്തത്തിൽ അതിനൊരു പ്രകൃതിയായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളതാണ് ആ പാട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഒരു ആംബിയൻസസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. കടലും വിഷ്വൽ അഖിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അഖിൽ എന്ന് പറയുന്ന ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറും എഡിറ്ററും ഒക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളി ബാംഗ്ലൂരാണ്. അനിയനെ പോലൊരു മുതലാണ്. അപ്പോൾ പുള്ളി മങ്ങ ചേട്ടാ ഇത് നമുക്കിത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ അവൻ്റെയും അത്രയും ഒരു ഇൻപുട്ട് അതിലുണ്ട്. ഓരോരുത്തരും കേട്ടോ നമുക്കിതിനകത്ത് ഞാൻ എപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് ഐ എം ലക്കി ടു ഗെറ്റ് എ ബ്ലെസ്ഡ് ടീം. ഒരു ടീം വർക്കാണ് എല്ലാം. നമ്മൾ മുന്നിൽ നിന്ന് നയിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ ആ ഒരു മൊത്തം ഫയർ അവരതേപോലെ ഉണ്ടെങ്കിലേ അത് എഫക്റ്റീവായിട്ട് പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. എപ്പോഴും ഒത്തുവരാറുണ്ട്. ഒരു 98% നല്ല ടീമുമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കൊണ്ടാണ്. ചില സമയത്തൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടില്ലെന്നല്ല. പക്ഷേ എന്നാലും മെജോറിറ്റി ഐ വാസ് ബ്ലെസ്ഡ് ടു ഹാവ് ഗ്രേറ്റ് ടീം സ്റ്റാൻഡിങ് ബൈ മീ. എന്താ കൂടെ ഉണ്ടായ ടീമാണ്. അപ്പം അങ്ങനെ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ മെലഡിയാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഒരു കമ്പോസർ അതിൻ്റെ ഫൈനർ ഡീറ്റെയിൽസ് എല്ലാം ശ്രദ്ധിക്കണമല്ലോ. എല്ലാ നുക്കൻ കോർണറിലുള്ള ആ ഒരു പോസും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു പാട്ട് ചിട്ടപ്പെടുത്തുന്ന സമയത്ത് ഈ ഓരോ ഫേസ് കഴിയുമ്പോൾ കുറേ ലെയറിങ് ചെയ്യുമല്ലോ, മ്യൂസിക്കലി ലെയറിങ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഓർക്കസ്ട്രേഷനിൽ ഈ ഓരോ പല്ലവി അനുപല്ലവി ചരണം ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ആ ഒരു സ്കോർ ഡിസൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഡിസിഷൻ വരുമ്പോൾ അത് ഇന്ന ഇൻസ്ട്രുമെന്റ് അത് ഇങ്ങനെ വേണം എന്നൊരു തോട്ട് അതെങ്ങനെയാണ് അത്? അതൊക്കെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഒത്തിരി കേൾവിയുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് മാത്രമാണ് ഞാൻ അഭിമാനത്തോടെ പറയുക. എപ്പോഴും ഞാൻ എന്തും കേൾക്കാൻ തയ്യാറാണ്. ഏത് ജോണറായിക്കോട്ടെ എൻ്റെ മനസ്സ് ഞാൻ തുറന്നു വയ്ക്കും. അതിലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ, എല്ലാത്തിലും മോശം അറ്റംപ്റ്റ് ഇടുന്നവരും നല്ല അറ്റംപ്റ്റ് ഇടുന്നവരും എല്ലാ ജോണറിലും ഉണ്ട്. ഉഴപ്പി ചെയ്യുന്നതും നല്ല. അപ്പം നമ്മളത് തിരിച്ചറിഞ്ഞ് അതിനകത്ത് നല്ലതായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ എല്ലാം അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു പർപ്പസ്ഫുൾ ശ്രമം ഞാൻ നടത്താറുണ്ട്. അതുകൊണ്ട് കേൾവി വളരെ കൂടുതലാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ആശയം വരുന്നതെന്ന് വെച്ചാൽ ഈ പാട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു പരീക്ഷണ എന്താ പറയുക ഒരു തോട്ട് തലയിൽ പോകാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഭാവമായാലും അതൊരു കൺട്രി ബ്ലൂസ്, ഒരു ബാക്കിങ്, ഒരു അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ഒരു റിഫും കുറച്ച് റോക്ക് ആൻഡ് റോൾ എല്ലാം കൂടെ ഒരു എലിമെൻ്റ് ഉണ്ട് അതിൻ്റെ അത്. അപ്പോൾ ആ എലിമെൻ്റ് അത് ബ്ലൂ ഗ്രാസ് എന്നൊക്കെ പറയുന്നൊരു ജോണറുമാണ് അത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൺട്രീസ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് സ്റ്റാർട്ടിലും അതേപോലെ തന്നെയാണല്ലോ തുടങ്ങുന്നത് തന്നെ. ഏതാ ആ പാട്ടിൻ്റെ തുടക്കമേ അങ്ങനെയാണ്. അതെ. അപ്പോൾ അത് ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള പരീക്ഷണം അത് ഞാൻ പേടിക്കാതെ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കും വരുന്നത്. അത് നമ്മൾ അതിലേക്ക് എത്തിക്കാനായിട്ട് അതുപോലെ ആ ഫ്ലേവറുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം ഓർക്കസ്ട്രേഷൻ അത്ര കുത്തിയിരുന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യുന്നൊരു ലെവൽ ഓഫ് പ്രൊഫഷണലിസം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എന്താ വേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്യും. ഇപ്പം അതിൻ്റെ അകത്ത് ഗിറ്റാർ വായിച്ചിരിക്കുന്നതിൻ്റെ ബാൻഡിൽ തന്നെ പ്ലേ ചെയ്യുന്ന റോണി ആണ് ഗിറ്റാർസ് വായിച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസ് വായിച്ചിരിക്കുന്ന റെക്സ് വിജയനാണ്, അദ്ദേഹം തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഷിക്കു ഗിറ്റാർസ്, ഡ്രംസ് അനന്തു, ബാൻഡ് മേറ്റ്സ് തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലരും നമ്മൾ ആ ഒരു ഫ്ലേവറിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി അവർ ആ ട്രസ്റ്റാണ്, അവരത് ചെയ്തിരിക്കും. അവരുടെ മ്യൂസിക് എനിക്ക് സമ്മാനിക്കും തന്നെ പറയണ്ടേ. ഈ പാട്ടിൻ്റെ അവസാനം ഒരു നാദസ്വരം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നാദസ്വരം പോലത്തെ നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ്, ആ തോട്ട് എങ്ങനെയാണ് വന്നത്? അത് ഉറപ്പായിട്ടും ആ ഇൻസ്ട്രുമെൻറ്റിനോടൊരു ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ അത് കൊച്ചിലെ മുതൽ പല എലിമെൻറ്റ്സ് ആ രാഗത്തിലൊക്കെ കേട്ടും. ഇപ്പം ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിൻ്റെ അകത്ത് നാദസ്വരത്തിൻ്റെ ഒരു ആനന്ദഭൈരവിയിലൊരു പൊളിയുണ്ട്, ഭയങ്കര. അപ്പോൾ അതൊക്കെ കൊച്ചിലെ പോലെ കിടക്കുന്ന അകത്തെ. അപ്പോൾ ഈ പാട്ടിൽ അവസാനം ആ മെലഡി
നാദസ്വരത്തിൽ വന്നാൽ നന്നായിരിക്കും എന്നൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്, ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്യാം. രാജ്കുമാർ എന്ന് പറഞ്ഞ സുഹൃത്താണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ നാദസ്വരം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കര ആപ്റ്റാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയി. ബിക്കോസ് ആ ഒരു റിതമില് നാദസ്വരം ഒട്ടും അതൊരു ഫ്യൂഷൻ അപ്രോച്ചാണ്. ഞാൻ എപ്പോഴും അത് താല്പര്യപ്പെടുന്നതാണ്. ഒരു തുറന്ന മനസ്സോടുകൂടി ജോണേഴ്സിനെ എന്താ പറയുക, ചേരും വിധം ചേർക്കാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ പക്ഷേ എല്ലായ്പ്പോഴും അത് നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കറങ്ങി ചില പാട്ടിൽ അത് വളരെ നന്നായിട്ട് വരികയും അത് പ്രേക്ഷകൻ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ റൂട്ടഡ് ഇവിടെ നിന്നല്ലേ, ഞാൻ ജനിച്ച് പഠിച്ച് വളർന്നത് ഈ മണ്ണിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗന്ധം ഉണ്ടാകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയൊക്കെ ഇൻസ്പയർഡ് ഫ്രം വെസ്റ്റേൺ മ്യൂസിക് ആയിക്കോട്ടെ, നമ്മൾ ഏത് ജോണറും നമ്മളെ ഇൻസ്പയർ ചെയ്യുക. പക്ഷേ നമ്മുടെ റൂട്ട്സ് നമ്മുടെ ഉള്ളിൽ കാണണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എനിക്ക്. കാരണം വെച്ചാൽ അന്ന് അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ഭയങ്കരമാണ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ജോണറല്ലേ, നമ്മൾ എത്രയൊക്കെ മിമിക് ചെയ്താലും മറ്റേതുപോലെ ആവില്ല. റൂട്ടഡ് സംഭവം എപ്പോഴും നമ്മുടെ അകത്തുണ്ടാവും. അത് കൊച്ചിലെ പോലെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ചിലർ ടോട്ടലി ആദ്യം മുതലേ വേറൊരു ഇൻഫ്ലുവൻസിലായിരിക്കും വളരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കത് നാച്ചുറലായിട്ട് വന്നേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊച്ചിലെ മുതൽ ഈ പറഞ്ഞ കണക്ക് ഒത്തിരി നമ്മുടെ പാട്ടുകൾ കേട്ട് വളർന്ന ഒരാളെന്നുള്ള നിലയിൽ, കർണാട്ടിക് മ്യൂസിക് പഠിച്ചെന്നുള്ള നിലയിൽ, ഒത്തിരി ഫോക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഒത്തിരി പുതിയ ജോണേഴ്സ് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇഷ്ടം വളർന്നു. എന്നിരുന്നാലും നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന ഐറ്റം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ് എനിക്ക് എപ്പോഴും താല്പര്യം. അപ്പോൾ അത് ഫോഴ്സ്ഡായിട്ട് ചേർക്കാനും എനിക്കിഷ്ടമല്ല. ഇതിന് എനിക്ക് തോന്നണം എല്ലാ കാര്യവും. അത് ആരടുത്ത് ചോദിച്ചാലും പറയും, ചേട്ടൻ്റെ തലയിലൊന്ന് കയറിയാൽ പിന്നെ അത് കൊണ്ടേ വരും. അതിലോട്ട് ഞാൻ ചെല്ലും എത്ര ഡീപ്പായാലും. പക്ഷെ തോന്നാതെ എന്നെ കൊണ്ട് ഒരു കാര്യം ആർക്കും ചെയ്യിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റിഫ് പേഴ്സണാലിറ്റിയുമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമേ ഞാൻ ചെയ്യുള്ളൂ. എനിക്കത് ഒരു ചിരി ആയിക്കോട്ടെ, അതങ്ങനെ വരുള്ളൂ. ഫേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഫേക്ക് ചെയ്താൽ അപ്പം അറിയാനും പറ്റും, മുഖത്ത് ഉറപ്പായിട്ട് മുഖത്ത് തന്നെ കഥ കണ്ണിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഫ്യൂഷൻസ് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതെൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിൽ തോന്നുന്നതേ വരികയുള്ളൂ. അതിനെ മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇത് ഇപ്പോൾ മിക്സ് ചെയ്ത് ഇത് ട്രെൻഡാക്കി കളയാം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുക്കാറേയില്ല. അത് തോന്നിയാൽ അത് ചെയ്യും. അതിപ്പം മറ്റേതാണിപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ എഫക്റ്റീവ് ഫോർമുല എങ്കിലും എനിക്കത് വിഷയമൊന്നുമില്ല. ഞാനത് എൻ്റെ ഫോർമുല ഡിഫറെൻ്റായിട്ട് ഞാൻ എൻ്റേതായൊരു രീതിയിൽ അങ്ങ് പ്യുവറായിട്ട് അപ്രോച്ച്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സ്മാർട്ട്നെസ്സിൻ്റെ ഉപരി പ്യൂരിറ്റിയാണ് ക്രിയേറ്റ് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ സ്മാർട്ട് ആകുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിക്കുകയും പ്യുവറായിട്ട് ചെയ്യുമ്പോൾ അത് എന്നേക്കും നിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാൻ പറ്റും. എല്ലാം ചാൻസ് ആണ്. പക്ഷേ ആ ചാൻസ് എടുക്കാനാണ് എനിക്കിഷ്ടം. ആ റിസ്ക് ആണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ പാട്ട് ഇന്നായിരിക്കില്ല പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത്. ഒരു 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ പാട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ഞാനന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അത് പത്മരാജ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു. ഭയങ്കര എന്നെ എപ്പോഴും ഞാൻ അങ്ങനെയുള്ള വരുമ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇരുന്ന് കാണും. എൻ്റെ ഒരു വലിയ റോൾ മോഡലാണ്. പുള്ളി പറയുന്നുണ്ട്, ഒരു കല അറിയപ്പെടുന്നത് ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കലാകാരൻ അതിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പം ആർട്ടിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് അത് ഏറ്റവും പ്യുവറായിട്ട് പ്രേക്ഷകന് കൊടുക്കുക. അത് എന്നെങ്കിലും ആയിരിക്കും അതിന് ഭയങ്കര. പുള്ളിയെ തന്നെ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന അത്രയും അന്ന് ചെയ്തിട്ടില്ല. അത്രയും ഇന്റലക്റ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആർട്ടാണ് പുള്ളി. ഇന്ന് പക്ഷെ ആൾക്കാർ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതെ, ബ്രേക്ക് ഡൗൺ ചെയ്തു. വലിയ പഠനമാണ് പുള്ളിയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പം അത് ഭയങ്കര ഒരു വലിയ പോയിന്റ് അല്ലേ പുള്ളി പറഞ്ഞിട്ട് പോയത്. അപ്പം അത് എൻ്റെ അപ്രോച്ചിനെ അങ്ങനെയുള്ള വ്യക്തികളുടെ വാക്കുകൾ വലിയ സ്വാധീനം ചെലുത്താറുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ പദയാത്രയിൽ ആ മണിയും അതേപോലത്തെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് അങ്ങനെ ഒരു സംഭവം അതിൽ വേണം എന്നുള്ള ആ പാട്ടിൽ ആ ഒരു വൃദ്ധത്തിൻ്റെ കൂടെ
ഒരു മണിയുടെ ശബ്ദം വേണം. കാരണം എൻ്റെ കൂട്ടുകാരന് വേണ്ടി ചെയ്ത പാട്ടാണ്. അദ്ദേഹം ഒരു ഹിമാലയൻ യാത്രയോടനുബന്ധിച്ച് ചെയ്തതാണ്. പുള്ളി ഒരു മാസം യാത്രയൊക്കെ ചെയ്ത് വന്ന് എല്ലായിടത്തും ക്ഷേത്രങ്ങളിലും ഒത്തിരി ഈ ട്രെയിനിലും ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ഒരു മാസം ജീവിച്ച് തിരിച്ച് വന്ന, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് മോർ ഓഫ് എ സ്പിരിച്വൽ ജേണി ദാൻ എ റിലീജിയസ് ജേണി എന്ന് ഞാൻ പറയാം. മനസ്സ് അറിഞ്ഞ് നമ്മളൊരു യാത്ര ചെയ്ത് പോകുമ്പം അവിടെ തന്നെ പല പല തരത്തിലുള്ള ആൾക്കാരെ കാണുകയും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് തിരിച്ചറിയപ്പെടുകയും അപ്പോൾ തന്നെ നമ്മളൊരു ബെറ്റർ ഹ്യൂമനിലേക്കുള്ള എന്താ പറയണ്ടേ റിയലൈസേഷൻ ആൾക്കാർ നമ്മുടെ നാരോ മൈൻഡഡ് ആൾക്കാരാണ് ഇതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത്. ബ്രോഡായിട്ടുള്ള ആൾക്കാർ ഇതിനെ റിലീജിയൻ എന്ന് പറയുന്ന ഫാക്ടറിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമൻ. ബാക്കിയെല്ലാം ഞാൻ പറയുന്നത് വേറെ ഒരു അപ്രോച്ചാണ്, പ്യൂറസ്റ്റ് ബേസിക്കലി ഒരു അജണ്ട വെച്ച് അതെ 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 റിലീജിയൻ നന്നായിട്ട് അതിനെ മനസ്സിലാക്കുന്നവർ ഒരിക്കലും അതിനെ മോശം രീതിയിൽ ഉപയോഗിക്കില്ല.